വെൽക്കം ടു ജെ കെ തോട്ട്സ്. ജെ കെ തോട്ട്സിൽ ഇന്ന് നമ്മളൊരു ബുദ്ധിമാനായ കഴുതയെ പറ്റിയിട്ടാണ് പറയുന്നത്. പണ്ടൊരു ഗ്രാമത്തിൽ ചന്തു എന്ന കഴുതയുണ്ടായിരുന്നു. ചന്തുവിനെ യജമാനന് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ജോലി ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം പ്രായമായതായിരുന്നു ചന്തു. ഒരു ദിവസം ഗ്രാമത്തിൽ അലഞ്ഞു തിരിയുമ്പോൾ ചന്തു ശ്രദ്ധിക്കാതെ പഴയതും ഉപേക്ഷിക്കപ്പെട്ടതുമായ ഒരു കിണറ്റിൽ വീണു. പാവം ചന്തു ഹേയ് ഹേയ് എന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. തന്റെ വിളി ആരെങ്കിലും കേൾക്കുമെന്ന് കരുതി ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു. വിളി കേട്ട യജമാനൻ ഓടി വന്ന് കിണറ്റിലേക്ക് നോക്കിയപ്പോൾ ചന്തു കിണറ്റിലാണ്. അയാൾക്കതോർത്തിട്ട് സങ്കടം വന്നു. അയാൾ കഴുതയെ ഓർത്ത് വീണ്ടും സങ്കടപ്പെട്ടു. എന്നിട്ട് ചിന്തിച്ചു, എന്തായാലും ഈ കിണർ ഉപയോഗശൂന്യമാണ്. അതായത് ഒരു പൊട്ട കിണർ. ചന്തുവിന് വയസ്സായി. കിണറിൽ മണ്ണ് നിറച്ച് അവന് സമാധാനമായി മരിക്കാൻ അനുവദിക്കുന്നതാണ് നല്ലത്. അദ്ദേഹം ഗ്രാമത്തിലെ തന്റെ സുഹൃത്തുക്കളെ എല്ലാം വിളിച്ചുകൂട്ടി. കിണറിൽ മണ്ണിട്ട് മൂടാൻ സഹായം അഭ്യർത്ഥിച്ചു. അവരെല്ലാം കൂടി കിണറിൽ മണ്ണിടാൻ തുടങ്ങി. മണ്ണ് വീണു തുടങ്ങിയപ്പോൾ ചന്തുവിന് എന്താണ് സംഭവിക്കുന്നതെന്ന് കാര്യം മനസ്സിലായി. അവന് വല്ലാത്ത പേടിയായി, പരിഭ്രമമായി. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധി തോന്നി. ഓരോ തവണ ചന്തുവിന്റെ മുതുകിൽ വീഴുന്ന മണ്ണ് വീശിയെറിയുകയും അതിൽ ചവിട്ടി കയറുകയും ചെയ്തുകൊണ്ടിരുന്നു. അവർ മണ്ണിടുമ്പോൾ കിണറ്റിൽ ചന്തു ഒന്ന് കുലുങ്ങും. പിന്നെ ആ മണ്ണിൽ കയറി മുകളിലേക്ക്. ഇത് തുടർന്നുകൊണ്ടിരുന്നു. കിണറ്റിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ നാട്ടുകാർ മണ്ണിടൽ പരിപാടി തുടർന്നുകൊണ്ടിരുന്നു. ചന്തു അങ്ങനെ മെല്ലെ മുകളിലേക്ക് ഉയർന്നു. ഒരു വലിയ കുതിച്ചുചാട്ടത്തോടെ അവൻ കിണറ്റിൽ നിന്ന് ചാടി. ഇത്രയേറെ മണ്ണ് മൂടിയിട്ടും വിജയിച്ചു തിരിച്ച് ജീവനോടെ തിരികെ വന്നു. എല്ലാവരും സ്തംഭിച്ചുപോയി. ചന്തു വളരെ അഭിമാനത്തോടെ അവർക്ക് മുന്നിലൂടെ നടന്നു. കൂട്ടുകാരെ, ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളുടെ മേൽ എത്ര അഴുക്കുകൾ എറിഞ്ഞാൽ, പക്ഷേ നിങ്ങൾ അതൊക്കെ കുലുക്കിയിട്ട് അതിൽ ചുവട് വെച്ച് കയറിയാൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാം. നമ്മുടെ ചന്തുവിനെ പോലെ. അതായത് ഷേക്ക് ഇറ്റ്, സ്റ്റെപ്പ് അപ്പ്, ട്രയംഫ്, വിജയത്തിലേക്ക്.